നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത വലിയ ഒരു പ്രകൃതി ദുരന്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാത്തതല്ല. പക്ഷേ ചില കാര്യങ്ങളെങ്കിലും ഇപ്പോൾ പറയേണ്ടതുണ്ട്. വലിയ ദുരന്തമുഖത്ത് നമ്മൾ എത്തപ്പെടുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് സർക്കാരിൻ്റെ പിടിപ്പുകേടുകളും മറ്റുമാണ്. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. കേരളത്തിലെ സർക്കാരിന് കേന്ദ്രത്തിൻ്റെ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. അത് കേന്ദ്രത്തിൽ നിന്ന് ആകെ കേൾക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ ആകെ വാങ്ങിച്ചെടുക്കേണ്ടതുമായ ഒന്ന് പണം മാത്രമാണ്. ജീവിതത്തിൽ ഇന്ന് വരെ കേന്ദ്രത്തെ കേരള സർക്കാർ എപ്പോഴെങ്കിലും കഴിഞ്ഞ 15 വർഷത്തിൽ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടുള്ളത് പണത്തിൻ്റെ പേരിൽ മാത്രമാണ്. വലിയ ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ നമുക്കറിയാം, പ്രളയം ആവർത്തിച്ചപ്പോഴും കേന്ദ്ര സർക്കാർ ദുബായിൽ നിന്ന് പണം കൊണ്ടുവരാൻ സമ്മതിച്ചില്ല എന്നത് മാത്രമായിരുന്നു പിണറായി വിജയന്റെയും കൂട്ടരുടെയും ഒക്കെ പരിദേവനം. ഇപ്പോഴും കേന്ദ്ര സർക്കാർ നൽകിയ മുന്നറിയിപ്പുകൾ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവഗണിച്ചിരുന്നു കേരള സർക്കാർ എന്നുള്ളതിന്റെ തെളിവുകളാണ് അമിത്ഷാ അടക്കമുള്ളവർ പുറത്തുവിടുന്നത്. അവർ കൃത്യമായി പറയുന്നുണ്ട്, അതായത് അപകടം നടക്കുന്നതിന് 7 ദിവസം മുമ്പ് ജൂലൈ 23 തന്നെ ഇത്തരത്തിലുള്ള 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയുണ്ടാകുമെന്നും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ആളപായം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും വയനാട്ടിലെ ഭരണകൂടം എന്താണ് ചെയ്തത്? ഞാൻ മനസ്സിലാക്കുന്നത്, കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ കഴിയില്ല. ഈ വിക്ടിംസ് ആയിട്ടുള്ളവരും അത് മറ്റുള്ളവരും ഒക്കെ ഇപ്പോൾ വലിയ പ്രശ്നത്തിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ദുരന്തമുഖത്ത് നിൽക്കുന്നവരോടും ഒരുപാട് പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും സാധ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, തലേ ദിവസം രാത്രി വാട്സപ്പിലൂടെ നൽകിയ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ജില്ലാ ഭരണകൂടം അവർക്ക് നൽകിയിരുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക്, ഇത്രയും ആളുകളുടെ ജീവാപായം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചത് ഇത്തരത്തിലുള്ള അവഗണനയല്ലേ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. കേന്ദ്ര സർക്കാരിനോട് പണം ആവശ്യമുള്ളപ്പോൾ മാത്രം പണം തരുന്നില്ല എന്ന് വിലപിക്കുകയും മറ്റു കാര്യങ്ങളിലൊന്നും കേന്ദ്ര സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന വലിയ ദുരന്ത ഫലമാണ് നാം ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ ചർച്ചയാകുന്നത് മാധവ് ഗാഡ്ഗിൽ നൽകിയ ഒരു റിപ്പോർട്ടുമാണ്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട പല തവണ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ അന്നൊന്നും ഈ പരിസ്ഥിതി ലോല പ്രദേശം എന്നൊക്കെ പറയുമ്പോൾ പുച്ഛിച്ചു തള്ളുകയായിരുന്നു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ വീണ്ടും ഒരു കമ്മീഷനെ, അതായത് കസ്തൂരി രംഗൻ ഒരു കമ്മീഷനെ നിയമിക്കുകയും റിപ്പോർട്ട് തേടുകയുമായിരുന്നു സർക്കാർ ചെയ്തത്. അന്നേ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരം വലിയ ദുരന്തങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാമായിരുന്നു. പക്ഷേ ഒന്നും പാറമട തൊഴിലാളികളെയും പാറമട മുതലാളിമാരെയും അത്തരത്തിലുള്ള ചില ആൾക്കാരെയും ചില കെട്ടിടങ്ങളും അനധികൃത കുടിയേറ്റക്കാരെയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ സ്വാധീനം കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളും വോട്ട് ബാങ്കും ഒക്കെ കൂടിക്കുഴഞ്ഞ് ഇത്രയും വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ കേരളം അവഗണിക്കുന്നത്? ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? പണം മാത്രം വരുമ്പോൾ പണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ പിറകെ നടന്ന് കേന്ദ്ര സർക്കാരുകളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ കേന്ദ്രം പറയുന്ന നിരവധിയായ വിഷയങ്ങളിൽ ആ വിഷയങ്ങൾ റിപ്പോർട്ട് നൽകാൻ പറയുമ്പോൾ റിപ്പോർട്ട് നൽകില്ല. അങ്ങനെ പല കാര്യങ്ങളും നടക്കുമ്പോഴും കേന്ദ്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ഏതായാലും വലിയൊരു ദുരന്തമാണ്. ഈ ദുരന്തമുഖത്ത് കൂടുതൽ തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇത്തരത്തിലുള്ള പിടിപ്പുകേടുകളാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ഈ വിഷയത്തിൽ ഇത്രയും വലിയ പ്രകൃതി ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവാപായത്തിലേക്ക്, പ്രകൃതി ദുരന്തം എന്തായാലും ഉണ്ടാകും, പക്ഷേ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുകയോ നേരത്തെ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടാതിരുന്നേനെ. ജൂലൈ 23-നും 24-നും 25-നും 26-നും ഒക്കെ കേന്ദ്രം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ് എന്നാണ് അമിത്ഷാ അടക്കമുള്ളവർ പറയുന്നത്. അദ്ദേഹം കൃത്യമായ രേഖകളുമായാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിന് നഷ്ടമുണ്ടാകുന്നത് ഇരയായി പോകുന്നവർക്ക് മാത്രമാണ്.